ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു മീൻകറിയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അയലയാണ്. 1/2 കിലോ അയല വാങ്ങി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, ചെറിയുള്ളി, കറിവേപ്പില എന്നിവയൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഉലുവ ഇങ്ങനെ ഇടാൻ പറ്റാത്തവർ പൊടിയാണെങ്കിലും മതിയാവും കേട്ടോ. കറി വയ്ക്കുമ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഒരുവിധം ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ആദ്യം തന്നെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഒക്കെ നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് ഈ മീൻ കറി വെക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. തക്കാളി ഇടുമ്പം നമ്മുടെ കുടംപുളി കുറച്ചിട്ടാൽ മതിയാവും. തക്കാളീൻ്റെ പുളി കൂടി ഉണ്ടല്ലോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ആയി വരുമ്പം ഞാനതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുടംപുളിയാണ് ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തിരി വെള്ളം പോരാതെ വന്നപ്പോൾ കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇത്തിരി കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചാറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ അയലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണം പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ അയല വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് മതി. ചാറൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. ഒരുപാട് വെന്ത് കഷ്ണമൊന്നും പൊടിഞ്ഞു പോവരുത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് മാത്രം വെന്താൽ മതിയാവും. അപ്പോൾ മീൻകറി വെക്കുമ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം മീൻകറിയൊക്കെ ഒരുവിധം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ഊണിന് ബീറ്റ്റൂട്ട് തോരനുണ്ട്, മുരിങ്ങയില തോരനുണ്ട്, പിന്നെ മാങ്ങാ ചമ്മന്തി, തേങ്ങ അരച്ചിട്ടുള്ള മാങ്ങാ ചമ്മന്തിയുണ്ട്, മീൻ കറിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.